കുട്ടികളുടെ രണ്ടാമത്തെ ചോദ്യം, ഇവിടെ കണ്ടതുപോലെ സംഖ്യാഗോപുരം ഉണ്ടാക്കാൻ ഏത് സംഖ്യകളിൽ നിന്നും തുടങ്ങാം? നമ്മൾ മുമ്പേ തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ അല്ലെങ്കിൽ ഒരേ അകലം പാലിക്കുന്ന സംഖ്യകൾ എന്നൊക്കെ പറഞ്ഞല്ലോ. ഉദാഹരണമായി ഇവിടെ ഒരു ഗോപുരം നോക്കിക്കേ, 10, 1, 9, 10 ഇനി എടുത്തിട്ടുണ്ട്. 10ലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, പിന്നെ അവരൊരു 1 കൊടുത്തിട്ടുണ്ട്. ഇനി ടോപ്പിലെ രണ്ടാമത്തെ, മൂന്നാമത്തെയും നാലാമത്തെയും വരിയിലെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ കണക്ക് ചെയ്ത പോലെ തന്നെ തുടർന്ന് വരുന്ന രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടി മുകളിൽ എഴുതുന്നു, തൊട്ടടുത്ത രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടി മുകളിൽ എഴുതുന്നു. അങ്ങനെ എഴുതിപ്പോയ ഒരു ഗോപുരമാണ്. ഇതുപോലെ ഈ ഗോപുരത്തിൽ ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ കണക്കാക്കി എഴുതാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. അവിടെ അവർ 10ഉം 2ഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10ഉം 2ഉം 12. ഇച്ചിരി വലുതാക്കി കാണിക്കാം. ദെൻ 2ൻ്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാലാണ് 10 കിട്ടുക? അപ്പോൾ 2ഉം 8ഉം 8ഉം 2ഉം 10. 10ഉം 8ഉം എത്രയാണ്? 18. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 12ഉം 10ഉം 22, 10ഉം 18ഉം 28, 28ഉം 22ഉം 50. തൊട്ട് മുകളിലത്തെ ചോദ്യത്തിൽ നോക്കിയാൽ ടോപ്പിലെ നമ്പർ എത്ര തന്നെയാണ്? 50 തന്നെയാണ്. നമുക്ക് വേറൊരെണ്ണം പരീക്ഷിച്ച് നോക്കാം. 10ൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. വേറൊരു 2ന് പകരം വേറെ ഏതെങ്കിലും ഒരു സംഖ്യ ഇട്ട് നോക്കാം. പകരം 4 ഇട്ട് നോക്കാം. അപ്പോൾ 10ഉം 4ഉം 14, 4ഉം 6ഉം അല്ലേ 10, 10ഉം 6ഉം 16, 14ഉം 10ഉം 24, 10ഉം 16ഉം 26. അപ്പോഴും സം എത്ര തന്നെയാണ്? നമുക്ക് ടോട്ടൽ 50 തന്നെയാണ് വരുന്നത്. ഏത് ഗോപുരം ഇട്ടാലും നമുക്ക് മുകളിൽ 50 വരുന്ന സ്ഥിതിക്ക് ഇതിന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്പർ എന്തായാലും 10 ആണല്ലോ. ആദ്യത്തെ നമ്പറിനെ നമുക്ക് ഒരു കോളം വരച്ച് ബീജഗണിത രൂപത്തിൽ എഴുതാം. ഫസ്റ്റ് നമ്പർ 10 തന്നെയാണ്. ഈ നമ്പറിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഇവിടെ ഓൾറെഡി അവരൊരു 10 എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമുക്ക് എഴുതി നോക്കാം. 10ഉം 10 പ്ലസ് എക്സ് എത്രയാണ്? 10 പ്ലസ് എക്സ്. ദെൻ എക്സിൻ്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയാലാണ് 10 കിട്ടുക? നമുക്ക് 10 മൈനസ് എക്സ് ചെയ്താലല്ലേ കിട്ടുള്ളൂ. ഇതിവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവത്തില്ല. ടീച്ചർ ഉദാഹരണം പറയാം. 6നോട് കൂടി ഏത് സംഖ്യ കൂട്ടിയാലാണ് 10 കിട്ടുക? 10ൽ നിന്ന് 6 കുറച്ച് സംഖ്യയെ 4 ചെയ്താലല്ലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ 3നോട് കൂടി ഏത് സംഖ്യ കൂട്ടിയാലാണ് 10 കിട്ടുക? നമുക്ക് 10ൽ നിന്ന് 3 കുറച്ച് 7 കൂട്ടിയാലേ കിട്ടുള്ളൂ. അപ്പോൾ എക്സിനോട് കൂടി ഏത് കൂട്ടിയാൽ 10 കിട്ടുമെന്ന് ചോദിച്ചാൽ 10ൽ നിന്ന് എക്സ് കുറച്ച് സംഖ്യ കൂട്ടിയാലേ കിട്ടുള്ളൂ. ഇപ്പം ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് കോളത്തിൽ അവർ 10 കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10ഉം 10ഉം 20 മൈനസ് എക്സ്. ഇനി ഇത് രണ്ടും ആഡ് ചെയ്ത് എങ്ങനെ എഴുതണം? 10 പ്ലസ് എക്സും 10ഉം കൂടെ കൂട്ടിയാൽ 20 പ്ലസ് എക്സ്. ഇത് 20ഉം 10ഉം 30 മൈനസ് എക്സ്. അപ്പോൾ ടോപ്പിലെ നമ്പർ എന്ത് വരും? 50. കാരണം 30ഉം 20ഉം കൂടെ ആഡ് ചെയ്താൽ 50 കിട്ടും. പ്ലസ് എക്സും മൈനസ് എക്സും 0 ആയിപ്പോവും. ക്ലിയർ അല്ലേ? അടുത്തത് ചുവടെയുള്ള കളങ്ങളിൽ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കുക. നമ്മൾ നോക്കാം. ഇപ്പം നമ്മൾ ഇത്രയും നേരം 10 ആയിരുന്നല്ലോ പറഞ്ഞു. 10 അല്ലാതെ വേറെ ഏത് സംഖ്യ വന്നാലും ടോപ്പിലെ സംഖ്യയ്ക്ക് വരുന്ന ബന്ധം നമുക്ക് നോക്കാം. ഇത് എക്സ് വൈ. അപ്പോൾ ഇതെങ്ങനെ എഴുതണം? എക്സ് പ്ലസ് വൈ രണ്ടും കൂടെ കൂട്ടി. ഇനി വൈനോടുകൂടി ഏത് നമ്പർ കൂട്ടിയാലും എക്സ് കിട്ടാൻ നോക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? എക്സ് മൈനസ് വൈ എടുക്കണം. നോക്ക്, എക്സ് മൈനസ് വൈ പ്ലസ് വൈ ചെയ്യുമ്പോൾ ഈ വൈയും വൈയും ക്യാൻസൽ ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ. ദെൻ എക്സ് മൈനസ് വൈ പ്ലസ് എക്സ്. അപ്പോൾ എക്സും എക്സും 2x മൈനസ് വൈ എന്ന് വരും. ഇനി ഇത് രണ്ടും ആഡ് ചെയ്താലോ? എക്സും എക്സും 2x പ്ലസ് വൈ. ഇത് രണ്ടും ഒന്നും 3x മൈനസ് വൈ എന്ന് വരും. എക്സുകൾ ഒരേ ലൈക്ക് ടൈംസ് എന്ന് പറയാം. ഒരേപോലത്തെ സംഖ്യകളെ തമ്മിൽ കൂട്ടി എഴുതുന്നത് നമ്മൾ ലൈക്ക് ടൈം കൂട്ടുക എന്ന് പറയുന്നത് കേട്ടോ പിള്ളേരെ. ഉദാഹരണമായിട്ട് ഇവിടെ നോക്കുക. ടീച്ചർ സിമ്പിൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. എക്സ് പ്ലസ് 2x മൈനസ് വൈ അല്ലേ കൂട്ടുണ്ടായി. എക്സും 2x കൂടി ഇപ്പോൾ നോക്കുക. നിങ്ങളുടെ അടുത്ത് നെല്ലിക്കയും മാങ്ങ. ഇപ്പോൾ ഇതൊരു മാങ്ങയാണ്. ഒരു മാങ്ങ, 3 മാങ്ങ, പിന്നെ ഒരു ആപ്പിളാണ്. അപ്പോൾ നമ്മളിത് ഒരാളിത് കൂട്ടിത്തരാൻ ആവശ്യപ്പെട്ടാൽ ഇത് മാങ്ങ കേട്ടോ. ഒരാളിത് കൂട്ടിത്തരാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? 3 1 4 മാങ്ങയും ഒരു ആപ്പിൾ എന്നല്ലേ പറയുള്ളൂ. അല്ലാതെ 3 1 4 1 5 ആപ്പിൾ മാങ്ങ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ലൈക്ക് ടൈംസ് തമ്മിൽ കൂട്ടുക എന്നുള്ള ഐഡിയയാണ് ഇവിടെ വന്നത്. 2 1 3x മൈനസ് വൈ. ഇനി ഇവിടെ നോക്കി, ഇവിടെയും കൂട്ടേണ്ടത് ലൈക്ക് ടൈംസ് തമ്മിലാണ്. 2x 3x 5x
പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസലായി പോകുമല്ലോ. സോ അവർ ആൻസർ ഈസ് 5x. അപ്പോൾ എന്ത് മനസ്സിലായി? ആദ്യത്തെ നമ്പർ ആരാണോ അതിൻ്റെ 5 മടങ്ങ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 10 എടുത്തപ്പോൾ 10 ഗുണം 5 50 വന്നത്. മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം, കുട്ടികളുടെ അടുത്ത് 1 മുതൽ 100 വരെ സംഖ്യകൾ നമ്മൾ എഴുതാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ എന്താ, കുട്ടികൾ 1 മുതൽ 100 വരെ എഴുതുന്നു. അതിനുശേഷം എന്താ, ഏതെങ്കിലും സമയത്തിലെ സംഖ്യകൾ നമ്മൾ സ്ക്വയർ ചെയ്തെടുക്കുക. അതായത് 9 ഏതെങ്കിലുമൊക്കെ 9 സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ റൗണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ഈ നമ്പർ അല്ലാതെ വേറെ ഏതെങ്കിലും 9 സംഖ്യ എടുത്തിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയാം. ഇവിടെ 9 സംഖ്യ അടയാളപ്പെടുത്തി, ഇവിടെ 9 സംഖ്യ അടയാളപ്പെടുത്തി, ഇവിടെ 9 അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നടുക്കുള്ള സംഖ്യയും അതിൻ്റെ ഇടതും വലതുമുള്ള സംഖ്യകളുടെ തുകയും തമ്മിലുള്ള ബന്ധം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 13, 14, 15. 13ഉം 15ഉം കൂട്ടി എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 28 എന്നാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഈ 14, 28 തമ്മിലുള്ള ബന്ധം എന്താ? 14 ഗുണം 2 ആണല്ലോ. അപ്പോൾ ഈ നടുക്കുള്ള സംഖ്യയുടെ 2 മടങ്ങാണ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്നത്. രണ്ടാമത്തെ ചോദ്യം, നടുക്കുള്ള സംഖ്യേൻ്റെ മുകളിലത്തെയും താഴത്തെ സംഖ്യ, മുകളിലത്തെ താഴത്തെ സംഖ്യ ആരാ? 24 + 4, അതായത് അതും 28 തന്നെയാണ്. അപ്പോഴും എന്ത് തന്നെ കിട്ടും? മുകളിലത്തെയും താഴത്തെയും സംഖ്യയുടെ തുകയുടെ തുകയുടെ 2 മടങ്ങല്ല, തുക തന്നെ കിട്ടും അല്ലേ? 24 4 28ആണ്. താഴെയും മുകളിലുമുള്ള സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് നടുക്കുള്ള സംഖ്യയുടെ 2 മടങ്ങാണ്. ഇനി അവർ മൂന്നാമത്തതായിട്ട് പറഞ്ഞിരിക്കുന്നു, നടുക്കുള്ള സംഖ്യയും സമയത്തിന് എതിർമൂലകളിലെ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള ബന്ധം. എതിർമൂല എന്ന് പറയുന്നത് ഇതാ, ഈ മൂലയിലുള്ള 2 സംഖ്യകളും നടുക്കുള്ള സംഖ്യയും തമ്മിലുള്ള ബന്ധം, അതും അതേ ബന്ധം തന്നെയല്ലേ? 25 3 28ആണ്. 14 ഗുണം 2 എന്താ? 28 കിട്ടും. ഇങ്ങനെ നോക്കിയാലോ, 23 5 28. അപ്പോഴും നടുക്കുള്ള സംഖ്യയുടെ എതിർമൂലയിലുള്ള സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് നടുക്കുള്ള സംഖ്യയുടെ 2 മടങ്ങാണ്. അവസാനത്തെ ചോദ്യം, നടുക്കുള്ള സംഖ്യയും സമയത്തിലെ എല്ലാ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കൂട്ടി നോക്കാം. 3 + 4 + 5 + 14 13 + 14 + 15 + 23 + 24 + 25 എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ. മൂന്നാമത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി ടീച്ചർ കോളം വരച്ചെടുത്തിട്ടുണ്ട്. ഈ നടുക്കുള്ള സംഖ്യയും ഈ എല്ലാ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ നോക്കുന്നത്. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ? നമ്മൾ 6ാം ക്ലാസ്സിൽ ഇതൊന്നും ചെയ്തിരുന്നു അല്ല? 6ാം ക്ലാസ്സിൽ ചെയ്തിട്ടില്ല അല്ലേ? കഴിഞ്ഞ വർഷത്തെ 7ൽ പറഞ്ഞ ഓർമ്മയിൽ പറഞ്ഞാണേ. നമുക്ക് നോക്കാം. 3 + 4 + 5 എത്ര? 12. 13ഉം 14ഉം 15ഉം കൂട്ടിയാൽ കിട്ടുന്നത് 42. 23 24 25 കൂട്ടിയാൽ കിട്ടുന്നത് 72. ആകെ മൊത്തം ടോട്ടൽ എത്രയാണ്? 126. ഇനി നടുക്കുള്ള സംഖ്യ 14 ആണല്ലോ. നോക്കിക്കേ, 14 ഗുണം 9 9 4 36, റിമൈൻഡർ 3 1 9 9 + 3 126. എന്താണ് നടുക്കുള്ള സംഖ്യയും ആകെത്തുകയും തമ്മിലുള്ള ബന്ധം? നടുക്കുള്ള സംഖ്യ ഗുണം 9. ഈ 9 എവിടെ നിന്ന് വന്നു? 9 എന്ന് പറയുന്നത് എത്ര കളങ്ങളുണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8 9 9 കളങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കത് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇവയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബീജഗണിത രൂപം ഉപയോഗിച്ച് എഴുതുക. നോക്കാം. നമുക്ക് നടുവിലുള്ള സംഖ്യനെ x എന്ന് വിളിച്ചാൽ എക്സിനേക്കാളും എത്ര കൂടുതലാണ്? 15. 14നേക്കാളും 1 കൂടുതലാണ്. ഇത് 14നേക്കാളും 1 കുറവാണ്. ഇത് മനസ്സിലായല്ലോ? ഇത് 14നേക്കാളും എത്ര കൂടുതലാണ്? 10 കൂടുതലാണ്. സോ x + 10 എന്ന് എഴുതി. ഇതോ 14നേക്കാളും 10 കുറവാണ്. ഇത് 3 എന്ന് പറയുന്നത് 14നേക്കാളും 11 കുറവല്ലേ? സോ x - 11. 5 എന്ന് പറയുന്നത് 14നേക്കാളും 9 കുറവാണ്. ഇതോ ഇതിനേക്കാളും 1 കുറവല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് x - 9 എന്ന് എഴുതിയാൽ മതി. 1 കൂടുതലാണ്. സോ x + 11. ഇതാണ് എന്ത്? നമ്മളുടെ ബീജഗണിതത്തിൻ്റെ കോളം. ക്ലിയർ ആയല്ലോ? ഇനി ഈ ആശയങ്ങളെല്ലാം നമുക്ക് എന്താണ് തൊട്ടടുത്ത 2 കോളങ്ങൾ തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കുമ്പോൾ ഈ സംഖ്യയായിട്ടുള്ള ബന്ധമാണ് അറിയേണ്ടത്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇടതും വലതുമുള്ള സംഖ്യകളുടെ തുക നോക്കാം. x - 1ഉം x + 1ഉം കൂട്ടിയാൽ എത്രയാണ്? എക്സും എക്സും 2x. -1ഉം +1ഉം ക്യാൻസലായിപ്പോൾ. അപ്പോൾ എന്താ? നടുക്കത്തെ സംഖ്യ ഗുണം 2 അല്ലേ? രണ്ടാമത്തെ ചോദ്യം, മുകളിലും താഴെയും തമ്മിലുള്ള സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നോക്കാം. x - 10ഉം x + 10ഉം അവിടെ എന്ത് തന്നെ? എക്സും എക്സും 2x. നടുക്കുള്ള -xഉം +10ഉം എന്തായി? ക്യാൻസലായിപ്പോൾ. നടുക്കുള്ള സംഖ്യയുടെ 2 മടങ്ങാണ്. മൂന്നാമത്തെ ചോദ്യം, എതിർമൂലകളിലെ സംഖ്യകൾ തമ്മിലുള്ള നോക്കുക. അപ്പോൾ എന്താ?
എക്സ് മൈനസ് 11ഉം എക്സ് പ്ലസ് 11ഉം തമ്മിലുള്ള ബന്ധം എന്താ? അപ്പോഴും 2x തന്നെയാണ് അല്ലേ? ഇനി എല്ലാ സംഖ്യകളും തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. എല്ലാ സംഖ്യകളുടെ തുക, നാലാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് അതാണ്. എല്ലാ സംഖ്യകളും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കുക. എല്ലാ സംഖ്യകളോട് കൂട്ടുക. എങ്ങനെയാണ് എല്ലാ സംഖ്യയും കൂട്ടുന്നത്? എക്സ് മൈനസ് 11 പ്ലസ് എക്സ് മൈനസ് 10 പ്ലസ് എക്സ് മൈനസ് 9 പ്ലസ് എക്സ് മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് 1 എല്ലാം കൂട്ടുക. എക്സ് മൈനസ് 9 പ്ലസ് എക്സ് പ്ലസ് 10 പ്ലസ് എക്സ് പ്ലസ് 11. ഇനി ഇതെങ്ങനെയാണ് കൂട്ടുക? എത്ര എക്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9. 9 എക്സുകൾ കൂട്ടുന്നതിന് 9x എന്ന് എഴുതിയാൽ പോരെ? -1ഉം +1ഉം കട്ടായി പോവും. -10ഉം +10ഉം കട്ടായി പോവും. -9ഉം +9 0 ആയി പോവും. -1ഉം +1ഉം 0 ആയി പോവും. സോ ഫൈനൽ ആൻസർ എന്താ? ഫുൾ 0 ആയി. അപ്പോൾ 9x ഉള്ളി 9x. എന്താണ് ഇത്? മിഡിൽ നമ്പർ എന്ന് പറയുന്നത് മിഡിൽ നമ്പറിൻ്റെ 9 മടങ്ങാണ് ഈ സംഖ്യകളെല്ലാം കൂട്ടുന്നത്. ക്ലിയർ ആയോ? നാലാമത്തെ ചോദ്യം, കലണ്ടറിൽ അടുത്തടുത്തുള്ള 4 സംഖ്യകൾ വരുന്ന സമയദിനങ്ങൾ പലയിടത്തായി നമ്മൾ അടയാളപ്പെടുത്തി. കലണ്ടറാണ് ഇത്. കലണ്ടറിൽ ഏതെങ്കിലും അടുത്തടുത്തുള്ള 4 സംഖ്യകൾ, സ്ക്വയർ സംഖ്യകൾ നമ്മൾ സ്ക്വയർ ഷേപ്പിലുള്ളവയെ നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇങ്ങനെയുള്ള ഏത് സമയത്തിലും 4 സംഖ്യയുടെ തുക 4ൻ്റെ ഗുണിതമാകുന്നതിന് കാരണം ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. അപ്പോൾ ഇത് നമ്മൾ ബീജഗണിതം ഉപയോഗിച്ചതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കാമേ. അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഈ തുകയും സമയത്തിലെ ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള ബന്ധവും ബീജഗണിതം ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന ഉത്തരവും അതിനകത്ത് ചെറിയ സംഖ്യയും തമ്മിലുള്ള ബന്ധം. ഇതിൻ്റെ തുകയും ഈ ചെറിയ സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും കൂടി നോക്കാം. നമുക്ക് ആദ്യത്തെ തുകയുടെ ബന്ധം ഒന്ന് നോക്കിയേക്കാം. 3ഉം 4ഉം 7, 10ഉം 11ഉം 21, 21ഉം 7ഉം 28ആണ് നമുക്കിവിടെ കിട്ടുന്ന ആൻസർ. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ 28ഉം തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. 28 എന്ന് പറയുന്നത് 7ൻ്റെ ഗുണിതമായിട്ടല്ലേ നമുക്കിവിടെ മനസ്സിലായത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കാം. 3ഉം 4ഉം 7 ഗുണം 4 എന്ത്? 28 വന്നത്. ഈ ക്വസ്റ്റ്യനിൽ നോക്കാം, 13ഉം 14ഉം കൂട്ടിയാൽ 27, പിന്നെ 20, 21ഉം 41, 27, 41ഉം എത്രയാണ്? ഇവിടെ ടോട്ടൽ നമുക്ക് കിട്ടുന്ന 68ആണ്. ഇനി ഈ 68 എന്നുള്ള സംഖ്യ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് ഇവിടെ നോക്കാം. 13ഉം 14ഉം നമ്മൾ കൂട്ടുക. 13ഉം 14ഉം കൂട്ടി 27 ആണല്ലോ. 27 ഗുണം 4 ഒന്ന് നോക്കാം. ആകെ മൊത്തം ടോട്ടൽ നമ്മൾ കൂട്ടിയില്ലല്ലോ. കൂട്ടി. ദെൻ ഒരു മിനിറ്റ്, ടീച്ചർ ഒന്നുകൂടെ പറയാം. 3നോട് കൂടി നമ്മൾ 4 കൂട്ടി. 3 + 4 7. 7 × 4 ആണ് എന്ത്? 28. ഇത് ആകെ കൂട്ടിയാൽ 3ഉം 4ഉം 10ഉം 11ഉം കൂട്ടി 28 കിട്ടും. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക? 13ഉം 14 13-നേക്കാൾ 13ൻ്റെ കൂടെ നമ്മൾ 4 കൂട്ടുന്നു. 13 + 4 അപ്പോൾ എന്ത് വരും? 17. ആ 17 × 4 ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 17 × 4 ചെയ്താൽ 68 കിട്ടും. അപ്പോൾ നോക്കുക, 13 + 14 + 20 + 21 എത്രയാണ്? 68 ആണ്. അടുത്ത ലാസ്റ്റ് കോളം നോക്കാം. 23 + 4. 23 + 4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 27 കിട്ടും. 27 ഗുണം 4 എത്രയാണ്? 108 ആണ്. നോക്കുക, 23 + 24 + 30 + 31 എന്ന് പറയുന്നത് എത്രയാണ്? 108 ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രത്യേകത നമ്മൾ ബീജഗണിതം ഉപയോഗിച്ച് എങ്ങനെ എഴുതാം നോക്കാം. നമ്മൾ ഫസ്റ്റ് നമ്പർ എക്സ്, അടുത്ത ഒരു കോളം എഴുതിയാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. 3 4 10 11 ആണല്ലോ സംഖ്യ. അപ്പം ഇതിനേക്കാൾ 1 കൂടുതലായിരുന്നു. അപ്പോൾ ഇതെന്താ? എക്സ്. ഇത് x + 1. ബീജഗണിതം എഴുതുന്നത് പഠിക്കാനാട്ടോ ഞാൻ ഈ കോളം ഒന്നുകൂടെ എഴുതിയത്. അപ്പോൾ ഇവിടെ ഈ 3നേക്കാളും എത്ര കൂടുതലാണ്? 10 7. അപ്പോൾ x + 7, ഇത് x + 8. ഇനി നമ്മളിത് ആഡ് ചെയ്യണം. ഫുൾ ആഡ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എത്ര എക്സ് ഉണ്ടായിരുന്നു ഇവിടെ? ആഡ് ചെയ്യാൻ നോക്കാം. ടീച്ചർ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള എളുപ്പത്തിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. എക്സ്, x + 1, x + 7, x + 8 ഇങ്ങനെ വരച്ചിട്ട് എഴുതിയത് നിങ്ങൾക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ എന്തായി? 1 2 3 4 4x, 8 7 15 1 16.
നോക്കുക 4x+16 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈ രണ്ടിടത്തും പൊതുവായിട്ട് 4ൻ്റെ ഗുണിതമല്ലേ 16. അപ്പോൾ ഈ 4x 16ന് ടീച്ചർക്ക് 4 × 4 എന്ന് എഴുതാമല്ലോ. 2ലും 4 പൊതുവായതുകൊണ്ട് പൊതുവായ സംഖ്യയെ പുറത്തെടുത്ത് എഴുതാം. നമ്മളത് പഠിച്ചിട്ടുണ്ട്, പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു കഴിഞ്ഞ പാഠത്തിൽ. ദാറ്റ് ഈസ് ഒരു പൊതുവായതിനെ എടുത്ത് പുറത്തെഴുതിയ ബാക്കി മിച്ചം ഇവിടെയുണ്ട്. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. അപ്പോൾ എന്താ മനസ്സിലായതിനകത്തുനിന്ന്? എക്സിനോട് കൂടി 4 കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഗുണിക്കുന്നത് എന്തിനു തുല്യമാണ്? ആ സംഖ്യകളുടെ തുകയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഇവിടെ ഒരു കോളം ഉള്ളത്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കിട്ടിയത് എത്രയാണ്? 4 × x+4 എന്നാണ് നമുക്ക് കിട്ടിയത്. ശരിയല്ലേ? നോക്കിക്കേ, 4 × x+4 എന്ന് പറഞ്ഞപ്പോൾ ഒരു സംഖ്യ എഴുതിയാൽ ഇവിടെ തന്നെ 3 4 സമ്മിൻ്റെ ബീജഗണിത രൂപം 4 × x+4 ആണ്. അതായത് ഈ സംഖ്യയോടുകൂടി 4 കൂട്ടുന്നു. 3 + 4 കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യം. 4 3 7 × 4 ആണ് എന്ത്? 7 × 4 ആണ് 28 കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇത് കുറേ പ്രാവശ്യം കണ്ട് മനസ്സിലാക്കി ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പിടികിട്ടത്തില്ല. പുതുതായിട്ട് ഈ എക്സ് എന്നുള്ളൊരു വേരിയബിൾ നിങ്ങളെ വല്ലാതെ കറക്കുന്നു എന്ന് ടീച്ചർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ടീച്ചർ കുറച്ചുകൂടി സ്ലോ ആയിട്ട് റിവിഷൻ ടൈമിൽ നല്ല സ്ലോ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ പോർഷൻ തീർക്കേണ്ടതുകൊണ്ടാണ് ടീച്ചർ വളരെ വേഗം പോണതേ. പിന്നെ ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ചെറിയ സംഖ്യയും തുകയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ സംഖ്യയോട് കൂടി 4 കൂട്ടിയിട്ട് 4 കൊണ്ട് ഗുണിക്കുന്നതാണ് ബന്ധം. അതാണ് ഓർഡിനറി ലാംഗ്വേജിൽ നമ്മൾ എഴുതേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ബീജഗണിത രൂപത്തിൽ എഴുതുന്നത് എങ്ങനെയാണ്? ചെറിയ സംഖ്യ എക്സ് ആണെങ്കിൽ എക്സിനോട് 4 കൂട്ടിയിട്ട് 4 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ എഴുതിയാൽ മതി ബീജഗണിത രൂപം കേട്ടോ.